നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാമേശ്വരത്ത് പോയി കടപ്പുറത്ത് പിതൃതർപ്പണം ചെയ്തു. 22 തീർത്ഥക്കിണറ്റിലത്തെ വെള്ളമൊക്കെ തലയിലൊക്കെ ഒഴിച്ച് ശുദ്ധിയായി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞങ്ങൾ റൂമിലെത്തി. അതിനുശേഷം നല്ല ഡ്രസ്സൊക്കെ മാറ്റി പുതിയതൊക്കെ ധരിച്ച് വീണ്ടും അമ്പലത്തിൽ വന്ന് തൊഴുതു. 11:30 തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് പോയി. ധനുഷ്കോടിയൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ നേരം 1 മണി 1:30 മണിയായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ യാത്ര. എവിടേക്കാണെന്നറിയുമോ? അടുത്ത യാത്ര തിരുച്ചെന്തൂരിലേക്കാണ് കേട്ടോ. തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഉള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ്, മുരുക ക്ഷേത്രമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ മുരുകൻ്റെ 6 പടൈ വീടുകൾ എന്ന് കേട്ടിട്ടില്ലേ? അതായത് 6 വാസസ്ഥാനങ്ങളാണ് മുരുകന് ഫേമസ് ആയിട്ടുള്ളത്, വളരെ പ്രസിദ്ധമായിട്ട് ഉള്ളത് തമിഴ്നാട്ടിൽ. അപ്പോൾ തമിഴ്നാട്ടിലത്തെ മുരുകൻ്റെ 6 പടൈ വീടുകളിൽ 2ാം സ്ഥാനമാണ് തിരുച്ചെന്തൂരിൽ എന്ന് പറയണത്. തമിഴ്നാട്ടിലത്തെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ എന്ന പട്ടണത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രസിദ്ധമായ വലിയൊരു ക്ഷേത്രം തന്നെയാണ് ഇത്. ഞങ്ങളുടെ വണ്ടി തിരുച്ചെന്തൂരിലെത്തി കേട്ടോ. രാത്രി 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 അല്ല 8:15 കഴിഞ്ഞു സമയം. ബസ്സായതുകൊണ്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ റോട്ടിൽ തന്നെ ബസ് നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. റോട്ടിൽ തൊട്ടുള്ള ഒരു പ്രവേശന കവാടാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കൂ, ഇവിടെ നിന്ന് തൊട്ട് ക്ഷേത്രം വരെ മഴ കൊള്ളാതിരിക്കാനും വെയിൽ കൊള്ളാതിരിക്കാനൊക്കെ ആയിട്ട് മുകളിൽ റൂഫുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് തൂണുകൾ കണ്ടു. ചെറിയ വണ്ടികളൊക്കെ പോകും, പക്ഷെ ബസ് പോവില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാൻ പോവുകയാണ്. രാത്രി ഇപ്പോൾ 8:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം. വണ്ടി കുറേ സ്ഥലങ്ങളിലൊക്കെ തിരക്ക് കാരണം ഇവിടെ എത്തിയപ്പോൾ വൈകി. 8:30 ആയിട്ടുണ്ട്. 9 മണി വരെ തുറക്കുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ. എന്തായാലും ഇവിടെ നിന്ന് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങണ വരയ്ക്കും ഞങ്ങൾ കാത്തു നിന്നു. ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഞങ്ങൾ നടക്കണം. ഇത്തിരി സ്പീഡിൽ നടക്കാമെന്ന് വെച്ചു കേട്ടോ. നല്ല സ്പീഡിൽ പോകാൻ നമുക്ക് കേട്ടോ. അങ്ങോട്ട് കിടക്കുന്ന സ്ഥലത്തും ഭഗവാന്റെ കുറേ കല്യാണത്തിൻ്റെ കണ്ടോ, മുരുക ഭഗവാന്റെ കല്യാണം, വള്ളി കല്യാണം, ദേവയാനി കല്യാണമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറേ പടങ്ങളുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. രാജേട്ടൻ വിളിക്കുന്നുണ്ട്, നമുക്ക് വേഗം പോവുക, സ്പീഡിൽ പോവുകയാണ്. അപ്പം ഞങ്ങളെപ്പോലെ തന്നെ വേറെ ഒരു ടീം ഇതാ പോകുന്നു കേട്ടോ. ഇവർ തമിഴന്മാരാണെന്ന് തോന്നുന്നു, തമിഴോ തെലുങ്കോന്ന് അറിയില്ല. എന്തായാലും ഇവരും പോകുന്നുണ്ട്, ഞങ്ങളും പോകേണ്ടതിൻ്റെ കൂടെ തന്നെ. ഭയങ്കര സ്പീഡിൽ നടക്കണം കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ നട അടക്കണേക്കാളും മുമ്പ് ഞങ്ങൾക്ക് അവിടേക്ക് എത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നല്ല സ്പീഡിൽ നമുക്ക് പോകാം. നോക്കൂ, എത്ര തോടുകളല്ലേ, കുറേ ദൂരം ഉണ്ട് കേട്ടാ. രാവിലെ 5 മണിക്ക് നട തുറന്നാൽ വൈകുന്നേരം 10 മണി വരെ 11 മണി വരെയൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. പക്ഷേ പ്രവേശനം ഏകദേശം 8:45 വരെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ കേട്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് കേട്ടോ. എങ്കിലും രാത്രിയിൽ ഇവിടെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ അതിമനോഹരമായൊരു ദൃശ്യം തന്നെയാണ് കേട്ടോ. മാത്രമല്ല മുരുക ഭഗവാന്റെ എല്ലാ ക്ഷേത്രങ്ങളും മലമുകളിലാണ്. സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്കവിടേക്ക് എത്താനായിട്ട്. ഈ ഒരു ക്ഷേത്രം മാത്രം കടപ്പുറത്താണ്, കടലിൻ്റെ തീരത്താണ്. വഴിയിൽ പശുക്കളൊക്കെ കിടക്കുന്നുണ്ട്. 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. ചില കടകളൊക്കെ തുറന്നിട്ടില്ല. തുണികൾ വിൽക്കാൻ വെച്ചതും. ഇനി അങ്ങോട്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് നീങ്ങും തോറും കടകളുടെ എണ്ണം കൂടി വരും. എത്ര ദൂരാന്നറിയോ ഇവിടെ നിന്ന്? എത്ര ദൂരാ? പോയി ഇനി അങ്ങോട്ട് തൂണുകളുടെ ഷേപ്പും കളറും ഒക്കെ മാറി കേട്ടോ. കുറച്ചുകൂടി ഭംഗിയായി. എത്താറായി എന്ന് തോന്നണം കേട്ടോ. നോക്കൂ,
ഇത് ആസ്വദിക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ വന്നാലേ സാധിക്കുള്ളൂ കേട്ടോ. കാറിൽ വരികയാണെങ്കിൽ നമുക്കിത് കാണാൻ പറ്റില്ല. ചെറിയ വണ്ടിയിൽ വന്നാൽ നേരെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തും. ഇതിക്കൂടെ നടന്നു പോകാനായിട്ട് ഈ ബസ്സിൽ വന്നത് കൊണ്ട് മാത്രമാണ് സാധിച്ചത്. ഇതാ എത്താറായി കേട്ടോ. നോക്കൂ, അകലെ ലൈറ്റ് കാണുന്നുണ്ട് കേട്ടോ. ഈ ഗോപുരത്തിൻ്റെ അടുത്തുള്ള ലൈറ്റാന്ന് തോന്നുന്നു കാണുന്നത്. നോക്കൂ, യെസ്, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് എത്തി. ആ കാണുന്ന ലൈറ്റൊക്കെ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടുത്തുള്ള ലൈറ്റുകളാണ്. ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒരാൽമരമുണ്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് എത്തിയിട്ടോ. നോക്കൂ എന്തായി കാണുന്നതൊക്കെ. മുകളിൽ ഇവിടെ ധാരാളം കടലാസ് കൊണ്ടുള്ള അരങ്ങുകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. തിരക്ക് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പകൽ വരികയാണെങ്കിൽ നല്ല ചൂടായിരിക്കും. തൊട്ടടുത്ത കടകളൊന്നും അടച്ചിട്ടില്ല. ആൾക്കാർ തൊഴുത് കഴിഞ്ഞ് വരാൻ തോന്നുന്നു. ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ദീപാലങ്കൃതമായ ഗോപുരം കാണുന്നു. നമ്മൾ ഇവിടെ തന്നെ ചെരുപ്പൊക്കെ പുറത്ത് തന്നെ ഇട്ടു കേട്ടോ. പുറത്ത് വെച്ചിട്ട് നടക്കുകയാണ്. മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നന്നായിട്ട് നല്ല തണുപ്പായിട്ടുണ്ട്. മഴയുണ്ട്. ഇതാ കയറി നമ്മളിപ്പോൾ വരാന്തയിലേക്ക് കയറി. പകൽ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ക്യൂ ഉണ്ടായാനേ. ഉള്ളിലേക്ക് കടക്കാനുള്ള ക്യൂ 5 മണിക്ക് ക്യൂ ആരംഭിച്ചിട്ട് രാത്രി 10 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിറയെ ക്യൂ ആയിരിക്കും. ഇപ്പോൾ ക്യൂവിലൊന്നും കാണാനില്ല. എല്ലാവരും ഉള്ളിൽ കടന്നു എന്ന് തോന്നണേ. നമുക്ക് അങ്ങോട്ട് കടക്കണം എന്നുണ്ട്. നോക്കാം, നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇവരൊക്കെ തൊഴുത് കഴിഞ്ഞ ആൾക്കാരാണ്. മഴ വന്നതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടോ. ഉള്ളിൽ ക്യൂ നിൽക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ. നിറയെ ഫാനുകൾ തിരിയണ കണ്ടില്ലേ. ഇവിടെ നോക്കൂ, ഏറ്റവും മുകളിൽ എന്ത് ഭംഗിയായിട്ട് ചിത്രങ്ങൾ കണ്ടില്ലേ. സീലിങ്ങുള്ള ചിത്രങ്ങൾ. ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നു. കുറേ പേര് ഉള്ളിൽ തൊഴാനായിട്ട് നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ ഇത്. ഇപ്പം സമയം 8:45 കേട്ടോ. ഈ നിൽക്കുന്ന ആൾക്കാരെയും കൂടിയാണ് തൊഴിക്കുള്ളൂ. അപ്പോഴേക്ക് ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിയും എന്നാണ് പറയണത്. തൊഴുത് കഴിഞ്ഞ ആൾക്കാരൊക്കെ അതാ ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. മഴ പെയ്ത വെള്ളമൊക്കെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. ഇവരൊക്കെ ഇന്ന് ഇവിടെ ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ എന്താ പറയുക, ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുക, ഇവിടെ തന്നെ ദേവദർശനം ചെയ്ത് നടത്തുക, ഇവിടെ തന്നെ കിടന്നുറങ്ങുക, എല്ലാം ഇവിടെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കച്ചവടക്കാരും ഉണ്ട് കുറേ പേര്. മഴ കാരണം എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. മുറ്റത്തൊക്കെ വെള്ളമുണ്ട്. തൊഴുത് കഴിഞ്ഞ ആൾക്കാരാന്ന് തോന്നുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കിടക്കണു കുറേ പേര്. നമുക്കിവിടെ നടന്ന് കാണാം കേട്ടോ. മുന്നോട്ട് നടക്കാം. മുകൾ ഭാഗം കണ്ടില്ലേ, പല കളറിലുള്ള ചിത്രങ്ങളാണ്. കച്ചവടക്കാർ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഒരു പശുവൊക്കെ നിൽക്കുന്നുണ്ട്. പശുക്കളൊക്കെ നല്ല ഫ്രീ ആണ്. ആൾക്കാരുടെ ഇടയിൽ തന്നെ പശുക്കൾ നിൽക്കുന്നു. ഇവിടെ നനഞ്ഞിട്ടുണ്ട്. കയറുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ നോക്കണം, സൂക്ഷിക്കണം.
ഷഷ്ടി മണ്ഡപം. ചുറ്റും നടന്ന് കാണാം. മഴയുള്ളത് കൊണ്ട് കുടയൊക്കെ നിവർത്തി പിടിക്കുക. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ക്ഷേത്രത്തിന് പുറത്തുള്ള മുറ്റത്തുകൂടെ നമ്മൾ നടക്കുകയാണ്. ക്ഷേത്രത്തിന് ചുറ്റും നടന്നൊന്ന് കാണാം. നമ്മുടെ ഇടത് ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ മണ്ഡപവും കാണുന്നത് കടല. ഈ മതിലല്ലേ? മതിലല്ല, ആ വേലി, അതിൻ്റെ അപ്പുറത്ത് കടല. ഇത്രയും വലിയ കണ്ടില്ലേ കടല്? ഇത്രയും വലിയ സുനാമി വന്നിട്ട് ഇവിടേക്ക് വെള്ളം കയറിയില്ലാന്ന്. അത്രയും ഇതിലാണ് ഇവിടെ. ഇതിൻ്റെ അപ്പുറത്തെ കടലാണ്. നമ്മുടെ വലതുവശത്തുള്ള ആ കമ്പി വേലി ഉണ്ടല്ലോ, അത് തൊട്ട് അപ്പുറത്ത് കാണുന്നത് കടലാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് ശരിക്കും അത് കാണാൻ പറ്റില്ല അല്ലേ? ഇടത് ഭാഗത്ത് ക്ഷേത്രവും വലത് ഭാഗത്ത് കടലും. അതാ പറഞ്ഞത്, ഈ സുനാമി വന്നിട്ട് പോലും ഇവിടേക്ക് ഒരു തുള്ളി വെള്ളം വന്നില്ല എന്നാണ് പറയണത്. ഒരു തരത്തിലുള്ള ദോഷങ്ങളും ക്ഷേത്രത്തിന് ഉണ്ടായിട്ടില്ല. അത്രയും ശക്തിയുള്ള ഭഗവാനാണ് മുരുക ഭഗവാൻ എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകാം, നമുക്ക് ഇനി മുന്നിലേക്ക് പോകാം. എന്താ ഇതേ കടല് കടലിലേക്ക് ഇറങ്ങണ ഭാഗം കണ്ടില്ലേ? ആറ്റത്ത് ഇറങ്ങി കാല് കഴുകി കുളിക്കുകയൊക്കെ ചെയ്യാം. വള്ളി ഗുഹയിൽ പോയിട്ട് അവിടെ വള്ളി ഗുഹയുണ്ട്. വള്ളി അതിൻ്റെ അപ്പുറത്ത് വള്ളി ഇരിക്കുന്നുണ്ട്. അവിടെ പോയി തൊഴുത് കടലുണ്ടോ വെള്ളം. മുകളിൽ നിന്ന് ആൾക്കാർ അവർ ഭക്ഷണത്തിനുണ്ടാവും. അങ്ങനെ കയറാൻ പറ്റുന്നു. ക്ഷേത്ര ദർശനത്തിനായി ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അവർക്ക് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാൻ ബക്കറ്റിൽ കപ്പലണ്ടി അതുപോലുള്ള പലതരത്തിലുള്ള ആഹാര സാധനങ്ങൾ അവിടെ വിൽക്കാൻ വയ്ക്കും. അപ്പോൾ ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങി കഴിക്കാം. പക്ഷെ മഴ പെയ്തത് കാരണം എല്ലാവർക്കും നനഞ്ഞു. കുറേ ഭാഗമൊക്കെ കണ്ടില്ലേ, ആൾക്കാരുടെ കയ്യിലത്തെ സാധനങ്ങളൊക്കെ നനഞ്ഞു. കടലിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അതാ കണ്ടത് കടൽ കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണ്, കടലിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. കടലിലൊന്ന് പോയി നോക്കാൻ വേണമെങ്കിൽ ആൾക്കാർ അവിടെ നോക്കൂ, കടലിൽ ഇറങ്ങി കാല് കഴുകുന്നുണ്ട്, തിരമാലകൾ നോക്കി നിൽക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയാലോ? എല്ലാവരും കടലിലിറങ്ങാണ്. പെട്ടെന്ന് കറണ്ട് പോയിട്ടോ, ഇരുട്ടായി കണ്ടോ.
നമ്മുടെ മൊബൈലിലത്തെയൊക്കെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഇവിടെ കറണ്ട് പോയി. ഇനി കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കാം. എന്താ വന്നു കേട്ടോ കറണ്ട് വീണ്ടും. തിരമാലകൾ വരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യാണ് കേട്ടോ. നമുക്കൊന്ന് ഇറങ്ങിയാലോ. Andrea പോയേ പിടിക്കണം. നീ എവിടെ വെച്ചാ തട്ടില്ലേ അല്ലേ? ഇറങ്ങണ്ട ഇത് വന്നോളൂ. ഇറങ്ങി കഴിഞ്ഞാലേ ആഴം കൂടുതലാ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തിരിച്ചു കിട്ടില്ല. ആഴം കൂടുതലാ അവിടെ. തിരിച്ചാണ് എടുക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് കടലമ്മ കള്ളി സെൽഫി ഈശ്വരം തീയാക്കല്ലേ? കാലി ഇവിടെ കഴുകാം കേട്ടോ. അതിൽ വെള്ളത്തിൽ കഴുകാം. അവിടെ വെള്ളമുണ്ടേ. അങ്ങനെ നമ്മൾ കടലിലും ഇറങ്ങി കുറച്ച് നേരം രസിച്ചു അല്ലേ. തിരിച്ചു പോവാണ്. കാലൊക്കെ കഴുകി തിരിച്ചു പോകും. മഴയുണ്ട് തിരീശ എങ്കിലും നമ്മൾ അമ്പലത്തിൻ്റെ ഇവിടെ നിങ്ങൾ വന്നു. റോട്ടിലേക്ക് എത്തി. ഇവിടെ കടകൾ, പലഹാരം വിൽക്കാൻ വെച്ച കട, മാല വള വെച്ച കട. ഇപ്പം രാത്രി ഒരുപാട് വൈകിട്ട് 10 മണിയായി. അങ്ങനെ നമ്മൾ തിരുച്ചെന്തൂർ എത്തി. ഇഷ്ടമായോ വീഡിയോ?